പാലക്കാട് ഒറ്റപ്പാലത്ത് സഹപാഠിയുടെ മർദ്ദനത്തിൽ മൂക്കിന്റെ പാലം തകർന്ന വിദ്യാർത്ഥിയുടെ നില ഗുരുതരമായി തുടരുന്നു. കേസിൽ പ്രതിയായ സഹപാഠി കിഷോറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു. മകന്റെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായില്ലെന്നും കേസ് ഒതുക്കി തീർക്കാൻ ശ്രമം നടക്കുന്നു എന്നുമാണ് സജന്റെ കുടുംബത്തിന്റെ ആരോപണം. പരിക്കേറ്റ വിദ്യാർത്ഥി KJ സാജന് ഇന്നലെ രാത്രി മുതൽ പനി പിടിപെട്ടതാണ് ആശങ്കയ്ക്കിടയാക്കുന്നത്. കണ്ണിനും മൂക്കിനുമിടയിലുള്ള മുറിവിന് 2.5 സെന്റിമീറ്ററിലധികം വലിപ്പമുണ്ടെന്നാണ് കണ്ടെത്തൽ. കയ്യിൽ കരുതാവുന്ന ആയുധം ഉപയോഗിച്ചാണോ മർദ്ദനം നടന്നതെന്ന് സംശയമുണ്ടെന്ന് സാജന്റെ കുടുംബം. കയ്യിൽ ഒളിപ്പിച്ചു വെച്ച എന്തോ ഒരു ഒബ്ജക്റ്റ് കൊണ്ട് ഇടിച്ചതാവാൻ സാധ്യതയുണ്ട് എന്നാണ്. ഞാൻ കണ്ടിട്ടില്ല. ഡോക്ടർമാരും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം കേസിൽ പ്രതിയായ കിഷോറിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. മകനും പരിക്കേറ്റെന്ന് കിഷോറിന്റെ പിതാവ്. ഇവന് നെഞ്ചത്ത് പരിക്കുണ്ട്. അതായത് മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പറഞ്ഞ ആഴത്തിൽ മുറിവുണ്ടെന്നാ പറഞ്ഞത്. 2 കൂട്ടർക്കും പരിക്കുണ്ട്. 2 കൂട്ടർക്ക് ഈക്വലാണ് പരിക്ക്. അവന്റെ പരിക്ക് പുറമെ കണ്ടു, ഇത് ഉള്ളിലേക്കാന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പ്രതിക്ക് ജാമ്യം നൽകിയ പോലീസ് നടപടിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് സാജന്റെ കുടുംബം ഉയർത്തുന്നത്. പോലീസ് നിസാര വകുപ്പുകൾ എടുത്ത് കേസ് എടുത്തിട്ടുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. കൂടാതെ ഇന്ന് 10 ദിവസമായിട്ടും പോലീസ് പ്രതിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും തെല്ലും കുറ്റബോധമില്ലാതെ പ്രതി കിഷോർ ഉത്സവപ്പറമ്പിലെത്തിയതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. 24 തൃശൂർ.